ഓരോരുത്തരും തന്നെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും ജഡ്ജ് ചെയ്യുന്നതിൽ താൻ വളരെയധികം ആകുലപ്പെട്ടിരിക്കുകയാണെന്ന് കരീന തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും അവരുടേതായ ആശയങ്ങളുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയാവുന്നതും ആ സമയത്ത് അമ്മമാർ നടക്കുന്നതും കുട്ടികളെ പരിചരിക്കുന്നതുമെല്ലാം വ്യത്യസ്തമാണ്. എല്ലാവരെയും ഒരുപോലെ കാണരുതെന്ന് താരം പറയുന്നു. പ്രസവം കഴിഞ്ഞ് എത്ര പേർക്ക് പകുതി ദിവസം കൊണ്ട് തന്നെ പുറത്തു പോകാൻ കഴിയുമെന്നും താരം ചോദിക്കുന്നു. താൻ 45-ാം ദിവസം തന്നെ ഒരു കുഴപ്പവുമില്ലാതെ പുറത്തിറങ്ങിയെന്നും കരീന പറയുന്നു. ഞാനും ഭർത്താവായ സൈഫ് അലി ഖാനും സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ വിഷമങ്ങളൊന്നും പങ്കുവയ്ക്കാറില്ല. ആ സ്വാതന്ത്ര്യം ജനങ്ങൾ മുതലെടുക്കുകയായിരുന്നു. മാത്രമല്ല എന്നെയും മകനെയും കുറിച്ച് പല കഥകളും ഉണ്ടാക്കുകയും ചെയ്യുന്നതായും കരീന ആരോപിക്കുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു കരീന ശരീരഭാരം നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ തന്റെ ജീവിത രീതികൾ താൻ ആരോടും പറയുന്നതിനോട് യോജിക്കുന്നില്ലെന്നും കരീന പറയുന്നു. മാത്രമല്ല കുഞ്ഞിനെക്കുറിച്ചുള്ള ഒരു കാര്യവും താൻ പറയില്ലെന്നും താരം പറയുന്നു. ഗർഭകാലം സ്ത്രീകളെ സംബന്ധിച്ച് വളരെ വിഷമതകൾ നിറഞ്ഞ സമയമാണ്. എന്നാൽ താൻ ഗർഭകാലം വളരെയധികം ആസ്വദിച്ചിരുന്നെന്നാണ് കരീന പറയുന്നത്. മകന് തൈമൂർ എന്ന് പേരിട്ടതു മുതൽ രാജ്യം മുഴുവനും ചരിത്രത്തിലെ തിമൂറിന്റെ കഥ തിരിഞ്ഞുപിടിച്ച് വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയായിരുന്നു. എല്ലാവർക്കും മകന്റെ പേരിന് പിന്നിലുള്ള ചരിത്രം ഇപ്പോൾ അറിയാം. പലരും വേറെ പേരിടാൻ നിർദ്ദേശിച്ചിരുന്നു. എന്റെ മകന്റെ പേര് കൊണ്ട് മറ്റുള്ളവർക്ക് എന്താ കാര്യമുള്ളതെന്നും കരീന ചോദിക്കുന്നു. മകന്റെ കൂടെയുള്ള എല്ലാ നിമിഷങ്ങളും തനിക്ക് ഒരു അമ്മയെ പോലെ ആസ്വദിക്കണമെന്നും താരം പറയുന്നു. തൈമൂറിന് വേണ്ടി സൈഫും താനും ഒരുപാട് സമയം മാറ്റിവെക്കാറുണ്ടെന്നും കരീന പറഞ്ഞു. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.